And our goal is not in her. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് പഠിക്കാനുള്ളത് സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആയ ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെയിൽമെന്റ് എന്താണെന്നും അതിൻ്റെ എസെൻഷ്യൽസ്, അതുപോലെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലി, ഇത്ര കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബെയിൽമെന്റിന്റെ ഡെഫിനിഷൻ നോക്കാം. സെക്ഷൻ 148ലാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 148 ഡിഫൈൻസ് ബെയിൽമെന്റ് ആസ് ദ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ്. ഇപ്പോൾ ഒരു പേഴ്സണിന് കുറച്ച് ഗുഡ്സ് ഡെലിവർ ചെയ്യാണ്. അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഫോർ സം പർപ്പസ്, ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൾ, അവിടെ ഒരു കോൺട്രാക്റ്റും ഉണ്ട്. കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ദേ ഷാൾ when the purpose is accomplished, നമ്മൾ പറഞ്ഞ ഒരു പേർപ്പസിനാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പേർപ്പസ് അക്കംപ്ലിഷ് ആയി കഴിഞ്ഞാൽ be returned or otherwise disposed of according to the direction of the person delivering them. അപ്പോൾ അത് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ആരാണോ സാധനം കൊടുത്തിരിക്കുന്ന അയാളുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അതിന് ഡിസ്പോസ് ചെയ്യണം. അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാൾക്ക് ഗുഡ്സ് കൊടുക്കുകയാണ്, അവിടെ ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം, ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഈ പേർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് നമ്മൾ റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ അയാൾ എന്താണോ പറയുന്നത് ആ രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബെയിൽമെന്റിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പേഴ്സൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ ദ പേഴ്സൺ ഡെലിവറിങ് ദ ഗുഡ്സ്, ആരാണോ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന അയാളെ നമ്മൾ ബെയിലർ എന്ന് പറയും. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദേ ആർ ഡെലിവേർഡ് ഈസ് കോൾഡ് ബെയിലി. ആർക്കാണത് ഡെലിവർ ചെയ്യുന്നത് അയാളെ നമ്മൾ ബെയിലി എന്ന് പറയും. ഇതാണ് ബെയിൽമെന്റിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബെയിൽമെന്റിന്റെ എസെൻഷ്യൽസ് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഡെഫിനേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒന്നാമത്തെ ഡെലിവറി ഓഫ് പൊസഷൻ, നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് ഡെലിവർ ചെയ്യണം അല്ലെ മറ്റേ ആൾക്ക്. അതിന്റെ പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യണം. അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യേണ്ട, പക്ഷേ പൊസഷൻ എന്നുവെച്ചാൽ ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം വേറൊരു കയ്യിലേക്ക് കൈവശാവകാശം ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതാണ് ഒന്നാമത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത്. നമ്മൾ ഡെഫിനേഷനിൽ പറഞ്ഞു അല്ലേ ആ കാര്യം, ഡെലിവറി ഓഫ് ഗുഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്ന കോൺട്രാക്ട്. അവിടെ ഒരു കോൺട്രാക്ട് അല്ല, അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അത് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ആയിരിക്കണം നിർബന്ധമില്ല, ഇംപ്ലൈഡ് ആയിരിക്കാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അത് റിട്ടേൺ ആയിരിക്കണം നിർബന്ധമില്ല. അപ്പം ഇതാണ് രണ്ടാമത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഡെലിവറി ആണ്, രണ്ടാമത്തെ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഡെലിവറി മസ്റ്റ് ബി ഫോർ സം പേർപ്പസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡെഫിനേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദർ മസ്റ്റ് ബി എ പേർപ്പസ്. കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്ലോത്ത് ഒരു ടൈലർക്ക് കൊടുക്കുവാണ്, എന്നിട്ട് പറയുകയാണ് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചു തരണം. അപ്പോൾ അവിടെ ഒരു പേർപ്പസ് ഉണ്ടല്ലേ കൊടുത്തതിന്. അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് ഒരാൾക്ക് കൊടുക്കുകയാണ്, എന്നിട്ട് പറയുന്നത് എക്സാമിന് പഠിക്കാൻ വേണ്ടിയാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ഇതൊക്കെയാണ് പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു പേർപ്പസ് ഉണ്ടായിരിക്കണം, ഒരാൾക്കൊരു ഗുഡ്സ് കൊടുക്കുന്നതിന് പേർപ്പസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് റിട്ടേൺ ഓഫ് ഗുഡ്സ്. പിന്നെ ആ പേർപ്പസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ആ കൊടുത്ത ആൾ എന്താണോ പറയുന്നത് ആ രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യണം. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അത് ഡിസ്പോസ് ചെയ്യുന്നതാവാം. കൊടുത്ത ആൾ എന്താണ് പറയുന്നത് ആ രീതിയിൽ ആ കാര്യം ചെയ്യണം. നെക്സ്റ്റ് മൂവബിൾ ഗുഡ്സ്. നമ്മൾ പറഞ്ഞു പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അത് ഡെലിവർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ മൂവബിൾ ഗുഡ്സ് മാത്രമേ ഇതിൽ ഈ ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് ബെയിൽ ചെയ്യാൻ പറ്റില്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാൻഡ്, ബിൽഡിംഗ്, ഇതൊന്നും നമുക്ക് ഈ ബെയിൽമെന്റിൽ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽസ് ഓഫ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഡെലിവറി ഓഫ് പൊസഷൻ, രണ്ടാമത്തത് കോൺട്രാക്ട് ഉണ്ടായിരിക്കണം, മൂന്നാമത്തെ ഡെലിവറി മസ്റ്റ് ബി ഫോർ സം പേർപ്പസ്, പിന്നെ ആ പേർപ്പസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം, അഞ്ചാമത്തത് മൂവബിൾ ഗുഡ്സിന് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽസ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് ബെയിൽമെന്റ് ഉണ്ട്. അതിലൊന്നാമത്തത് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ്. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൺസിഡറേഷൻ ഒന്നും വാങ്ങിക്കുന്നില്ല. ഒരാൾക്കൊരു സാധനം കൊടുക്കുകയാണ്, അയാൾ നമുക്ക് തിരിച്ചു വരാണ്, അത് നമ്മളൊരു കൺസിഡറേഷൻ ഒന്നും വാങ്ങിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഒരു ഫ്രണ്ടിന് നമ്മൾ കാറ് കൊടുക്കുകയാണ്, ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുക്കുകയാണ്, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരികയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോൺ ഗ്രാറ്റ്യൂഷ്യസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ, അവിടെ കൺസിഡറേഷൻ ഉണ്ട്. അപ്പോൾ ആ പാർട്ടീസിൻ്റെ ഇടയിൽ ഒരു കൺസിഡറേഷൻ വരുന്നുണ്ട്. അത് ചിലപ്പം ബെയിലർ ആയിരിക്കും റിസീവ് ചെയ്യുന്നത്, ചിലപ്പം ബെയിലി ആയിരിക്കും റിസീവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ഒരാൾ കാറ് കൊടുക്കുന്നു, അപ്പോൾ കാറ് കൊടുക്കുന്ന ആൾ ബെയിലറാണ് അല്ലേ, അപ്പോൾ അയാൾക്കല്ലേ പൈസ കിട്ടുന്നത്.
ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കാറ് നമ്മളൊരു മെക്കാനിക്കിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന ആൾ ബെയിലറാണ്, പക്ഷെ ആർക്കാ പൈസ കിട്ടുന്നത്? മെക്കാനിക്കിനാണ്. അയാൾ ബെയിലിയാണ് അല്ലേ. അപ്പോൾ ബെയിലറിനോ ബെയിലിക്കോ ആർക്കെങ്കിലും കൺസിഡറേഷൻ കിട്ടുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് നോൺ ഗ്രാറ്റുവേഷൻ എന്ന് പറയും. ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് ബെയിൽമെന്റ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡ്യൂട്ടീസ് ഓഫ് എ ബെയിലർ ആണ്. ഇപ്പോൾ ബെയിലറിന് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? ബെയിലർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ട്രാൻസ്ഫേഴ്സ് ദ ഗുഡ്സ് ഓർ ഹൂ ഗിവ്സ് ദ ഗുഡ്സ്. അപ്പോൾ ഒന്നാമത്തെ ടു ഡിസ്ക്ലോസ് നോൺ ഫാക്ട്സ്. അപ്പോൾ അതിനകത്ത് ആ ഗുഡ്സിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോൾസ് വരുവാണെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കണം, അത് ഡിസ്ക്ലോസ് ചെയ്യണം ബെയിലിയുടെ അടുത്ത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് ആണ്. അതിൽ കൺസിഡറേഷൻ ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിൽ ആ ബെയിലറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലറിന് അറിയുന്ന ആ ഡിഫോൾട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാന്നുള്ളതാണ്. പക്ഷെ നോൺ ഗ്രാറ്റുഷ്യസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് വരുന്നതെങ്കിൽ, ബെയിൽമെന്റ് ആണ് വരുന്നതെങ്കിൽ, ബെയിലറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാം മനസ്സിലാക്കി അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് അയാൾക്ക് ബെയിലിക്ക് അത് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കൊടുക്കാൻ. ഇപ്പം അതെനിക്ക് പിന്നീട് എനിക്കത് അറിയില്ലായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം രണ്ട് സിറ്റുവേഷനിലും അയാളുടെ ഡ്യൂട്ടി ഡിഫറെൻ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ് ടു ബിയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഓഫ് ബെയിൽമെന്റ്. ഇനി ബെയിൽമെന്റിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വരുവാണെങ്കിൽ, അത് ബെയിലിയുടെ കുഴപ്പം കൊണ്ടല്ലാതെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വരുവാണെങ്കിൽ അത് ബിയർ ചെയ്യേണ്ടത് ബെയിലറാണ്. നെക്സ്റ്റ് ടു ഇൻഡെംനിഫൈ ബെയിലി. ഇനി ബെയിലിക്ക് എന്തെങ്കിലും ലോസസ് വരുവാണെങ്കിൽ അത് ഇൻഡെംനിഫൈ ചെയ്യേണ്ടത് ബെയിലറിന്റെ ഡ്യൂട്ടിയാണ്. വെച്ചാൽ എങ്ങനത്തെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ബെയിൽമെന്റ് ആയിട്ട് കൊടുത്ത ഗുഡ്സിന്റെ ടൈറ്റിൽ എന്തെങ്കിലും ഡിഫോൾട്ട്, എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായത് കൊണ്ടോ അതിന്റെ എന്തെങ്കിലും കോൺസിക്വൻസസ് ബെയിലിക്ക് ബിയർ ചെയ്യേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇൻഡെംനിഫൈ ചെയ്യേണ്ടത് ബെയിലർ ആയിരിക്കും. നെക്സ്റ്റ് ടു ഇൻഡെംനിഫൈ ബെയിലി ഇൻ കേസ് ഓഫ് പ്രിമച്വർ ടെർമിനേഷൻ ഓഫ് ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ്. ഇപ്പം ഒരു ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് ആണ്, അത് പ്രീമച്വർലി നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനം കൊടുത്ത ഒരു 3 മാസത്തേക്കാണ്, 1 മാസം കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു വാങ്ങിക്കാം. പക്ഷെ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് എന്തെങ്കിലും അയാൾക്ക് അത് കാരണം ഉണ്ടായിട്ടില്ല, എന്തെങ്കിലും ലോസസോ എന്തെങ്കിലും എക്സ്പെൻസസോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇയാൾ അത് ഇൻഡെംനിഫൈ ചെയ്ത് കൊടുക്കണം, അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. അത് ബെയിലറിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. ബെയിലറിന്റെ ഡ്യൂട്ടിയാണ് കൊടുത്ത സാധനം തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അയാൾ തരുന്ന സമയത്ത് അത് തിരിച്ചു വാങ്ങിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബെയിലറിന്റെ ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റൈറ്റ്സ് ഓഫ് എ ബെയിലർ ആണ്. ഇപ്പം നമ്മൾ പഠിച്ചത് ഡ്യൂട്ടീസ് ആണ്. ഇനി അവരുടെ റൈറ്റ്സ് നോക്കാം. ഇപ്പോൾ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫ് ബെയിലീസ് ഡ്യൂട്ടീസ്. അപ്പോൾ ബെയിലി എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം അതൊക്കെ എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ബെയിലർക്ക് ഉണ്ട്. വെച്ചാൽ ബെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യിപ്പിക്കാനുള്ള റൈറ്റ്. അപ്പോൾ അതായത് ചെയ്തില്ലെങ്കിൽ ഒരു കോർട്ടിൽ പോയിട്ട് അത് എൻഫോഴ്സ് ചെയ്യിപ്പിക്കാനും ബെയിലറിന് പറ്റും. നെക്സ്റ്റ് ടെർമിനേഷൻ ഓഫ് ബെയിൽമെന്റ്. ഇത് നമ്മൾ പറയുന്നത് ഗുഡ്സ് എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ബെയിൽമെന്റ് അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഈ ബെയിലർക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത് ഒരു ഹോസിന് കൊടുക്കാണ്, ഹോസിനെ റൈഡ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അയാൾ ഇത് റൈഡ് ചെയ്യാനല്ലാതെ കാരേജിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പം അത് അൺഓതറൈസ്ഡ് യൂസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് യൂസ് ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ബെയിൽമെന്റ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടു ഗെറ്റ് ബാക്ക് ദ ഗുഡ്സ് ലെൻഡ് ഗ്രാറ്റുഷ്യസ്ലി. ഗ്രാറ്റുഷ്യസ് കോൺട്രാക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെയിൽമെന്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു പീരീഡ് പറയുകയാണ്, ആ പീരീഡ് വരെ അത് എടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ അയാൾക്ക് വേണമെങ്കിൽ അത് തിരിച്ചു ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡ്യൂട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് മറ്റേ ആൾക്ക് ബെയിലിക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ, എന്തെങ്കിലും ലോസ് വന്ന എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇയാൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കാനുള്ള റൈറ്റ് നമ്മുടെ ബെയിലർക്ക് ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ടു ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് എനി റോങ് ഡ്യൂർ. ഇനി ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് നമ്മളെ ഗുഡ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, അതിനൊരു ഇഞ്ചുറി വരുത്തുവാണ്, അല്ലെങ്കിൽ ആ ബെയിലി ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ബെയിലർക്ക് ഉണ്ട്. വെച്ചാൽ ബെയിലറാണ് അതിൻ്റെ ആക്ച്വൽ ഓണർ വരുന്നത് അല്ലെ, പൊസഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബെയിലർക്ക് അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡ്യൂട്ടീസ് ഓഫ് ബെയിലി പഠിക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ഗുഡ്സ് ബെയിൽഡ്. ബെയിൽ ചെയ്തിരിക്കുന്ന ഗുഡ്സ് ഇപ്പം ബെയിലിയുടെ കയ്യിലായിരിക്കുന്നത് അല്ലേ, അപ്പോൾ അത് റീസണബിൾ ആയിട്ടുള്ള കെയർ അതിന് കൊടുക്കുക. ഇപ്പം സ്വന്തം സാധനങ്ങൾക്ക് എങ്ങനെ കെയർ ചെയ്യോ ആ രീതിയിൽ കെയർ ചെയ്യാം, അതാണ് പറയുന്നത്. എന്നിട്ടും എന്തെങ്കിലും നഷ്ടം വരുവാണെങ്കിൽ അതിന് ബെയിലി റെസ്പോൺസിബിൾ ആയിരിക്കില്ല, കെയർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം.
അപ്പോൾ എന്തെങ്കിലും ഒരു നഷ്ടം വരുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബെയിലിയുടെ ഡ്യൂട്ടിയാണ് ബെയിലി അത് കെയർ ചെയ്തിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, നോട്ട് ടു മേക്ക് എനി അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ് ബെയിൽഡ്. അപ്പോൾ ഗുഡ്സ് ബെയിൽ ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യത്തിന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാം, അതല്ലാതെ വേറൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസും അതിന് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, നോട്ട് ടു മിക്സ് ഗുഡ്സ് ഓഫ് ബെയിലർ വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. അപ്പോൾ ബെയിലറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന ഗുഡ്സ് സ്വന്തം ഗുഡ്സിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലും അല്ലാതെ ഗുഡ്സ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു മിക്സിങ് സംഭവിക്കുകയാണെങ്കിൽ അതിന് 3 സിറ്റുവേഷൻ വരാം. ഒന്നാമത്തത്, മിക്സസ് വിത്ത് ദ ബെയിലേഴ്സ് കൺസെന്റ്. ബെയിലറിനോട് ചോദിച്ചു, ഞാൻ മിക്സ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു, എന്നിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിലിപ്പം ആ മിക്സ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ബെയിലറിന് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഇഷ്യൂ ഒന്നുമില്ല. നെക്സ്റ്റ്, വിത്തൗട്ട് ദ ബെയിലേഴ്സ് കൺസെന്റ് ആൻഡ് സെപ്പറബിൾ. ഇനി ബെയിലറിന്റെ സമ്മതം ഇല്ലാതെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്, പക്ഷെ ആ ഗുഡ്സ് നമുക്ക് ബെയിലറിൻ്റെ അത് വേർതിരിച്ചെടുക്കാൻ പറ്റും. നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ബെയിലറിൻ്റെ ഏതാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യാൻ എന്താണ് എക്സ്പെൻസ് വരുന്നത് അത്രയും എക്സ്പെൻസ് നമ്മുടെ ബെയിലി മീറ്റ് ചെയ്യേണ്ടി വരും. തേർഡ്, വിത്തൗട്ട് ദ ബെയിലേഴ്സ് കൺസെന്റ് ആൻഡ് നോട്ട് സെപ്പറബിൾ. ഇനിയിപ്പോൾ നമ്മൾ ബെയിലറോട് ചോദിക്കാതെ മിക്സ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്യാനും പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഗുഡ്സ് ലോസ് ആയതിൻ്റെ എക്സ്പെൻസ് അല്ലെങ്കിൽ അതിന് എത്ര ഡാമേജ് വരുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഡാമേജ് വരുന്നത്, അതൊക്കെ നമ്മുടെ ബെയിലർക്ക് കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, നോട്ട് ടു സെറ്റപ്പ് എൻ അഡ്വേഴ്സ് ടൈറ്റിൽ. ഇപ്പം നമുക്ക് ബെയിലറാണ് ഗുഡ്സ് തന്നിരിക്കുന്നത് ബെയിലിക്ക്. അപ്പം വേറെ തേർഡ് പേഴ്സൺ വന്ന് പറയുകയാണ് ഇത് എൻ്റെ ഗുഡ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബെയിലിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ബെയിലറിന് റിട്ടേൺ ചെയ്യാന്നുള്ളതാണ്, അല്ലാതെ വേറെ ആൾക്ക് ടൈറ്റിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ബെയിലറിന് റിട്ടേൺ ചെയ്തിട്ട് ബാക്കി ടൈറ്റിലിൻ്റെ കാര്യം ബെയിലറും തേർഡ് പേഴ്സണും തമ്മിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ ബെയിലിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടൈറ്റിൽ അംഗീകരിച്ച് കൊടുക്കാതിരിക്കാം. നെക്സ്റ്റ്, ടു റിട്ടേൺ എനി എക്രീഷൻ ടു ദ ഗുഡ്സ്. ഇനിയിപ്പോൾ ഗുഡ്സ് നമുക്ക് കിട്ടി, അതിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാവുമോ, എന്തെങ്കിലും അതിൽ ഇൻക്രീസ് വരുമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബെയിലർക്ക് തിരിച്ചു കൊടുക്കണം. അത് ബെയിലിക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത്രയും എത്രയാണ് അതിൻ്റെ മേലെ വന്ന എക്രീഷൻ അത് ബെയിലർക്ക് കൊടുത്തിരിക്കണം. നെക്സ്റ്റ്, ടു റിട്ടേൺ ദ ഗുഡ്സ്. ഇനിയിപ്പോൾ ഇത്ര പീരീഡിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെയിലർ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പാടില്ല. ബെയിലി ആ സാധനങ്ങൾ തിരിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ അത് റിട്ടേൺ ചെയ്യേണ്ടത് ബെയിലിയുടെ ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബെയിലിയുടെ ഡ്യൂട്ടീസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ബെയിലിയുടെ റൈറ്റ്സ് നോക്കാം. ഒന്നാമത്തെ, എൻഫോഴ്സ്മെന്റ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ബെയിലർ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം അത് എൻഫോഴ്സ് ചെയ്യാം. നമ്മൾ ബെയിലറിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, റൈറ്റ്സിൽ ബെയിലിയുടെ ഡ്യൂട്ടീസ് എൻഫോഴ്സ് ചെയ്യാം. അതേപോലെ തന്നെ ബെയിലിക്ക് ബെയിലറുടെ ഡ്യൂട്ടീസ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ബെയിൽമെന്റ് ബൈ സെവറൽ ജോയിന്റ് ഓണേഴ്സ്. ഇനി കുറേ ഓണേഴ്സ് ഉണ്ട്, ആ കുറേ ഓണേഴ്സിന്റെ ഗുഡ്സ് ആണ് ബെയിൽമെന്റ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബെയിലിക്ക് അത് ഒരു ജോയിന്റ് ഓണർ പറയാണ് ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ വേറെ അങ്ങനെ അല്ലാതെ നമ്മൾ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു ജോയിന്റ് ഓണറിന്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് അത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ബെയിലർ വിത്തൗട്ട് ടൈറ്റിൽ. ഇനി നമുക്ക് ഗുഡ്സിന് ടൈറ്റിൽ ഇല്ല ബെയിലറിന്, പക്ഷേ ബെയിലി വിശ്വസിക്കുന്നത് അത് ബെയിലറിന്റെ ആണെന്നാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ബെയിലറിന് കൊടുത്തു എന്ന് വെച്ചിട്ട് അതിന് ബെയിലിക്ക് ഒരു ലീഗൽ ആക്ഷൻ വരാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ ബെയിലറിന് തന്നെയാണ്, ആരാണോ അവർക്ക് തന്നിരിക്കുന്നത് അയാൾക്ക് തന്നെ റിട്ടേൺ ചെയ്താൽ മതി. നെക്സ്റ്റ്, റൈറ്റ് ടു ഫയൽ കേസ് അഗെയിൻസ്റ്റ് ട്രസ്പാസേഴ്സ്. ഇനി ആരെങ്കിലും വന്ന് നമ്മുടെ ഗുഡ്സിന് ട്രസ്പാസ് ചെയ്യുകയോ അത് യൂസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബെയിലിക്ക് വേണമെങ്കിൽ അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. ഈ സെയിം റൈറ്റ് നമ്മുടെ ബെയിലറിനും ഉണ്ട്. ബെയിലറിനും കേസ് ഫയൽ ചെയ്യാം, ബെയിലിക്ക് വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാം. നെക്സ്റ്റ്, ഫിഫ്ത്ത് വൺ പറയുന്ന റൈറ്റ് ടു ഇംപ്ലീഡ്. ഇനിയിപ്പോൾ നമ്മളോട് ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് പറയാണ് എൻ്റെയാണ് ഈ പ്രോഡക്റ്റ്, എൻ്റെയാണ് ഈ ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ബെയിലിക്ക് വേണമെങ്കിൽ കോർട്ടിൽ പറയാം ഈ ഗുഡ്സിൻ്റെ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷൻ നമുക്ക് കോർട്ടിൽ ഫയൽ ചെയ്യാൻ പറ്റും, ഇംപ്ലീഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് ബെയിലറിൻ്റെ എല്ലാന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാം, ഇത് ബെയിലറിൻ്റെ അല്ല മറ്റൊരു പേഴ്സൻ്റെ ആണ്, അതുകൊണ്ട് ബെയിലറിന് കൊടുക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഇംപ്ലീഡ് ഫയൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ബെയിലീസ് ലീൻ. ലീൻ എന്ന് പറഞ്ഞാൽ നമുക്കത് കൈവശം വെക്കാനുള്ളതാണ്, നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ബെയിലിക്ക് കൊടുക്കേണ്ട കൺസിഡറേഷൻ എന്തെങ്കിലും കൊടുക്കാതിരിക്കുവാണെങ്കിൽ ബെയിലിക്ക് അത് വേണമെങ്കിൽ ലീൻ ചെയ്ത് വെക്കാം, കയ്യിൽ അത് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ബെയിലിക്ക് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ബെയിലിയുടെ റൈറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബെയിൽമെന്റ് ആണ്. അപ്പോൾ എന്താണ് ബെയിൽമെന്റ് എന്ന് പഠിച്ചു, അതിനുശേഷം
ബെയിൽമെന്റിന്റെ എസെൻഷ്യൽസ് പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് തന്നെ എഴുതാൻ പറ്റുന്നേ ഉള്ളൂ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന്. പിന്നെ 2 ടൈപ്സ് ഓഫ് ബെയിൽമെന്റ് ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഡ്യൂട്ടീസ് ഓഫ് ബെയിലറും റൈറ്റ്സ് ഓഫ് ബെയിലറും ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ബെയിലിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഹാപ്പി ലേണിംഗ്.